ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ. നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കിയേ, അതിമനോഹരമായ പ്രദേശമാണ്. അതായത് നല്ല തെങ്ങിൻ തോപ്പുകളും മാവിൻ തോട്ടങ്ങളൊക്കെ ഉണ്ട്. ആഹാ, ആരാണിത്? ഹലോ. നമ്മളാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയാണ്. എന്തായാലും എങ്ങനെയുണ്ട് വന്നിട്ട് ഈ സ്ഥലത്തിന്റെ വൈബൊക്കെ? ഓ അടിപൊളി, ഞാൻ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. തെങ്ങ് മാത്രം നല്ല മാവൊക്കെ നമ്മൾ മാംഗോ സിറ്റിയിലാണ് ഉള്ളത് അല്ലേ. അതായത് നമ്മളെ കേരളത്തിന്റെ മാംഗോ സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന മുതലമട പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ മുതലമട പഞ്ചായത്തിലാണ് മാംഗോ സിറ്റിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ വെക്കേഷൻ അല്ലേ, ഷെഫിനെയും കൂടെ കൂടാന്ന് പറഞ്ഞപ്പോൾ നമുക്കിതൊക്കെ നടന്ന് കണ്ടാലോ അല്ലേ. അപ്പോൾ ഇതൊരു റോഡ് നമ്മൾ നല്ലൊരു അടിപൊളി ടാർ റോഡ് കാണുന്നുണ്ടാവും. ഈ ഒരു റോഡ് പോകുന്നത് നമ്മുടെ തമിഴ്നാട് ഗോവിന്ദാപുരത്തേക്കാണ്. അതായത് തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് വെറും 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലാണ് കേട്ടോ. ഷെഫിനെ ഇത് കേരളത്തിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് 3 കിലോമീറ്റർ. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, ഒരു മഞ്ഞ ബോർഡ് കാണുന്നുണ്ടോ, ഒരു സ്നേഹ അല്ലേ, സ്നേഹ കോളേജ് എന്ന് പറഞ്ഞു അല്ലേ. ആ കോളേജിലേക്ക് പോകുന്ന റോഡാണ്. കോളേജ് നമുക്ക് നമ്മുടെ ഈ ഒരു പറമ്പിനോട് ചേർന്നിട്ടാണ്, നമുക്ക് അകത്ത് പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ടാർ റോഡ്, ഈ ഒരു റോഡിന് പിന്നെ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് എന്താ പറയുക, വലിയൊരു ഹൈവേ വരുന്നുണ്ട് കേട്ടോ. അതായത് ഗോവിന്ദാപുരത്ത് വന്ന് നിൽക്കുകയാണത്. അപ്പോൾ ഈ ഒരു റോഡ് നമ്മൾ കൊല്ലങ്കോട് ടൗണിലേക്ക് ഒരു 10 കിലോമീറ്റർ പോയാൽ കൊല്ലങ്കോട് ടൗണിലെത്തി. അപ്പോൾ നമുക്കൊന്ന് അകത്തേക്ക് നടന്നു നോക്കിയാലോ അല്ലേ. ഇതുണ്ട്, ബസ്സുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കൊല്ലങ്കോട്, പല്ലശ്ശന, കുനിശ്ശേരി, ആലത്തൂർ. അപ്പോൾ അതായത് തമിഴ്നാടിനോട് ചേർന്നില്ലേ, നമ്മളെ പാലക്കാട് ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്, തമിഴ്നാടിനോട് ചേർന്നിട്ടാണ് നമുക്ക് സ്ഥലങ്ങൾ കിടക്കുന്നത്. പല ഭാഗം നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ തമിഴ്നാടാണെന്ന് സംശയിച്ചു പോയി. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ തമിഴ്നാടിന്റെ കുറെ ബോർഡുകൾ, ഹോട്ടലായിക്കോട്ടെ മറ്റുള്ള എന്തായിക്കോട്ടെ തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ തെങ്ങിൻ തോപ്പാണ്. അതായത് ഈ ഒരു നാളികേരത്തിന്റെ ഒരു ഇത് നോക്കിയെന്ന് മുകളിലേക്ക് സൂം ചെയ്ത് നോക്കിയേ. സൂമിന്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കണ്ടില്ലേ, നിറഞ്ഞു നിൽക്കണല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ തെങ്ങിൽ ഇത്രയും നാളികേരം കണ്ടിട്ടില്ല. നമ്മൾ സാധാരണ 1, 2, 3 കൊല്ലം ഉണ്ടാവും, അതിൽ കുറച്ച് തേങ്ങ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തെങ്ങും അതുപോലെ തന്നെ മാവും വാഴയൊക്കെ ഉണ്ട്. നമുക്ക് നടന്ന് നോക്കാം. ഏകദേശം ഒരു 30 സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് കാണിക്കാനുള്ളത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ പറയണത് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ പഠിക്കണം. വെക്കേഷൻ അല്ലേ, 2 മാസം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാ അത് നോക്കി, വാഴക്കൊലൊക്കെ നോക്കിയേ അല്ലേ. അതൊക്കെ താങ്ങ് കൊടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കനം കൊണ്ട് ചിലപ്പോൾ ചാടിപ്പോവും. അപ്പോൾ നമുക്കിങ്ങനെ പരന്ന് കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീടും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഈ ഒരു വീടുണ്ട്, നമുക്ക് ഒരു താമസയോഗ്യമായ വീടാണ്, കുറച്ച് പഴക്കമുള്ള വീടാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ റൂഫ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഏതൊരു വാഹനം വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 1, 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം, 2, 3 പാർക്ക് ചെയ്യാം. പിന്നെ ചെടികളൊക്കെ വെക്കാനുള്ള മനോഹരമായൊരു റോസാപ്പ് ഒന്ന് തരട്ടെ. നമ്മളെ രാജാത്തിയെ കണ്ട നമ്മൾ എപ്പോഴും പറിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ നല്ല വേണമല്ലേ. അപ്പോൾ ഒന്നേതാ ചെന്തങ്ങാണ് കേട്ടത് അല്ലേ. ചെന്തം കരിക്ക് ഇഷ്ടംപോലെ നാളികേരോടെ കാണുന്നുണ്ട്. അത് ഈ തെങ്ങിലല്ല, നമ്മൾ അപ്പുറത്ത് പറക്കിയിട്ടതായിരിക്കും. ഇവിടെ എന്തായാലും 2-3 തെങ്ങ് കാണാനുണ്ട്, കൈവലുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് നേരത്തെ ഇവിടെ പശുക്കളൊക്കെ വളർത്തിയപ്പോൾ തൊഴുത്തായിട്ട് ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അതിങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റോറേജ് ചെയ്യാനൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം കാണുന്നതിൻ്റെ മുമ്പേ നമ്മളിതിൻ്റെ ഒന്ന് പുറം കണ്ടാലോ. അകം നമുക്ക് വല്ലാണ്ട് നമ്മൾ വീടിനെ പൊക്കി പറഞ്ഞ് അങ്ങനെയൊന്നും പറയണില്ല. ഒരു താമസയോഗ്യമായൊരു വീടില്ല, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിയിൽ റൂഫ് ചെയ്ത് സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് വെച്ചിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. നമുക്ക് മാവ് ഒന്ന് കണ്ടാലോ. 2, 3, 4 മാവുണ്ട് ഇവിടെ. പക്ഷേ വീടിൻ്റെ പുറവും പരിസരമൊക്കെ അല്ലേ. ഈ ഒരു എനിക്ക് തോന്നണേ അല്ലേ, മാംഗോ സിറ്റി ആയതുകൊണ്ട് എല്ലാ തരം മാങ്ങകളും ഉണ്ടാവും. ഇതെന്തായാലും മൂത്ത് പഴുക്കാനായിട്ടില്ല. നമുക്ക് ആ മാവിൽ നിറയെ അത് റുമേനിയ എന്ന് പറഞ്ഞ മാങ്ങയാണ്. അത് നല്ല ടേസ്റ്റാണ്, കൽക്കണ്ടം പോലെ മധുരമുള്ളതാണ്. നമുക്കൊന്ന് പറിച്ച് നോക്കിയാലോ അല്ലേ. ശരിക്കും നടക്കുമ്പോൾ തലയിൽ മുട്ടും, അത്രയും മാങ്ങകൾ ഇങ്ങനെ കയ്യെത്തും ദൂരങ്ങളിലാണ്. ഇതൊന്ന് പറിച്ചാലോ? ഒന്ന് പറിച്ച ഇഷ്ടപ്പെട്ടൊന്ന് പറിച്ച് കഴിച്ചാട്ടെ, ഞാനത് തരില്ല. നമ്മൾ ചെറുപ്പത്തിൽ മാങ്ങ പറിച്ചാലേ എങ്ങനെ ചെയ്യാം, അതൊന്ന് വരയ്ക്കാം എവിടെയെങ്കിലും ഇല്ല, ഈ കല്ലിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലും തന്നെ എൻ്റെ ഇതാവും. കഴുകണമെന്നില്ല, കാരണം പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണല്ലേ, നല്ല ശുദ്ധമായിട്ട്. ഒന്ന് ക്യാമറ ഇങ്ങനെ അടുത്തേക്ക് വന്ന് നോക്കട്ടെ, അതിൽ വെള്ളം വരുന്നുണ്ടോ? എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോകണം, ഷൂട്ട് കഴിഞ്ഞിട്ട് കഴിച്ചാട്ടോ. ബിസ്മില്ല.
ചെറിയൊരു പുളിയും അല്ലേ? ഉം. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. ഉം. മാങ്ങയായാലും പുളി ആയാലും ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ കാണുന്നവർക്കൊക്കെ കൊതിയാവും. കൊതി മാത്രമേ കപ്പിലൊടിക്കാനുള്ള വെള്ളം ഉണ്ടാവാനും. എന്തായാലും ഈ ഒരു സ്ഥലം വാങ്ങിക്കുന്ന ഒരു ഭാഗ്യവന്മാരാട്ടോ. ഇതൊന്ന് നന്നായിട്ട് കാണിച്ച് നോക്കിയേ. മാങ്ങ എന്ന് പറഞ്ഞാൽ കാക്കത്തൊള്ളായിരം മാങ്ങയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ച മാവിൻ തോട്ടേ 6-7 ലക്ഷം രൂപയുടെ മാങ്ങയ്ക്ക് ചെറിയ തോട്ടം, വലിയ തോട്ടമല്ല കേട്ടോ. വലിയ തോട്ടമെങ്കിൽ ലക്ഷങ്ങളുടെ എണ്ണം കൂടെ കുറച്ച് മാവുള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ട് അവർ കിട്ടിയ ബെനിഫിറ്റ് ഇതൊന്ന് കാണിച്ച് നോക്കിയാൽ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയേ, എന്തോ തണലുമാണ്. പിന്നെ നല്ല തണല് വേറെ, തണല് ഫ്രീ. ഇതിനാണ് കാശ്. ഈ അതായത് ഏതെങ്കിലും ഒരു മാവിൻ്റെ അപ്പുറം മാത്രമല്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഇഷ്ടം പോലെ മാങ്ങയാണ്. അപ്പോൾ ഇത് ചുറ്റോട് ചുറ്റും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നമ്മുടെ റുമേനിയ മാങ്ങ. അല്ല, തിരുമ്പ് അലക്കലൊക്കെ കൂടി ഉണ്ടല്ലോ, ഇവിടെ വരച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഒന്നൊന്ന് പൊട്ടിച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. പഴുക്കണ സമയത്ത് വന്ന് കഴിക്കണ്ട. കൽക്കണ്ട കനിയാണ്, കൽക്കണ്ടം പോലെ മധുരാണ് കേട്ടോ അല്ലേ? അപ്പോൾ നമുക്കിനി മാംഗോ സിറ്റി എന്ന് പറയുമ്പോൾ വലുതും ചെറുതുമായ നിരവധി മാങ്ങത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പതിയെ ഓരോന്നൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഈ സ്ഥലം പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇനി ഈ ഭാഗത്ത് അതായത് ഏകദേശം ഒരു 30 സെൻറ്റ് സ്ഥലം കേട്ടോ. ഇപ്പോൾ ഇവിടെ ചേട്ടന്മാർ ഇവിടെ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? സുഖമല്ലേ? സുഖമായിരിക്കണോ? ഞങ്ങൾ ഈ മാവും സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണണം. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ മാവ് കാണലില്ല. നല്ല വലിയ മാങ്ങിയത് നെല്ലിക്ക എവിടെ? ആഹാ, നെല്ലിക്കൻ്റെ എന്നാ ഒന്ന് വന്ന് കണ്ടു നോക്കിയേ. പടച്ചോനെ, നെല്ലിക്ക. ഇത് അരിനെല്ലിക്കൻ്റെ അത് ഇരുമ്പാമ്പുളിയുടെ അല്ലേ? ഇത് ഇരുമ്പാമ്പുളി. ഇതാ ശിവന, ഇരുമ്പാമ്പുളിയാണ്. ഇരുമ്പാമ്പുളിയൊക്കെ കടിക്കുമ്പോളേ ബിസ്മില്ലാ. എങ്ങനെയുണ്ട്? ക്യാമറ ഇട്ടോ ഓടല്ലേ, കുറച്ചുകൂടി തരാം. ഇരുമ്പാമ്പുളി മാത്രമല്ല കേട്ടോ. ഇനി നമ്മളിങ്ങനെ വന്ന് നോക്കിയാൽ നെല്ലിക്ക സാധാരണ നമ്മൾ കടകളിൽ നിന്നാണ് മേടിക്കുക. നെല്ലിക്ക താഴെ തന്നെ തക്കാളിയുടെ വലുപ്പമുള്ള നെല്ലിക്ക ഉണ്ട്. ഇനി പറയുമ്പോൾ തള്ളാണെന്ന് പറയണ്ട, കാണിച്ചു തരാം കേട്ടോ. തക്കാളി കൊളുത്തുന്നുണ്ട്. ഇത് നോക്കിയേ, തക്കാളിയുടെ വലുപ്പമുണ്ട്. കാട്ടുനെല്ലിക്കയാണ്. ഇനി ഇതാ മരത്തിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഒന്ന് പറിച്ചോ, എത്തുമോ? ഇതാ വലുത്, താത്തി തരതാ. കിട്ടിയാ? കിട്ടി. കുളിക്കത്തിന് വീഴോ? ബിസ്മില്ലാ. കയ്യില് നെല്ലിക്ക് ഇരുമ്പാമ്പുള്ളി മാങ്ങ കയറ്റി ഏതാ കടിക്കേണ്ടത് തിന്നേണ്ടത് പോലെ. സൂപ്പർ. പിന്നെ ഇന്ന് നെല്ലിക്ക് ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും നമ്മൾ രാജാത്തിനൊരു കൊണ്ടുവരാന്നല്ലേ. രാജാത്തിക്ക് സന്തോഷമായിട്ടുണ്ടാവും. നിറച്ച് നെല്ലിക്ക കേട്ടോ, ഇഷ്ടംപോലെ നെല്ലിക്കയാണ്. സിന്ദൂരം, മാപ്പൂസ് എന്നൊക്കെ പറയുമ്പോൾ പലതരം. ഇത് കറിവേപ്പില മരമാണോ? നമ്മുടെ നാട്ടിലൊക്കെ കറിവേപ്പിലയ്ക്ക് എത്ര വെള്ളം ഒഴിച്ചാലും ഇതുപോലെ ഉണ്ടാവില്ല. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് കറിവേപ്പില മല്ലിയിലൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് വരിക. ഇങ്ങനെ തമിഴ്നാടിൻ്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന മണ്ണാട്ടോ. ഞാൻ വേറെന്തോ മരമെന്ന് വരിച്ചു കേട്ടോ. ഇതിൻ്റെ ഒരു ഇത് നോക്കിയേ, എല്ലാം നോക്കിയേ. എന്തായാലും ഈ കൊമ്പ് നമ്മൾ ഒടിക്കുക കേട്ടോ അല്ലേ? എന്തായാലും ഇത് താന്നു. എന്താ മണം, കാറിൽ വെച്ചാലേ നല്ല സുഗന്ധം ഉണ്ടാവും. കറിയിൽ മാത്രമല്ല. നെല്ലിക്ക കുറച്ചതിൻ്റെ കഴുകിയിട്ട് തന്നെ പൊടി എന്തോ കാണുന്നത് കയ്യിൽ വെച്ചോ. ഈ കറിവേപ്പിലുണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ പറയാണ് ഒരു ടിപ്പാണ്, മനസ്സിലാക്കിയാട്ടോ. അതായത് നാളികേരം ചിരകിയതും ഈ കറിവേപ്പിലയുടെ ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ല രക്തം വയ്ക്കുന്നത് പറയുന്നേക്കാം. നമ്മൾ വൈദ്യരൊന്നല്ല, നമ്മളോട് നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മളൊരു പ്രേക്ഷക അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണും. അപ്പോൾ പറഞ്ഞൊരു അറിവാണ്. എന്തായാലും കഴിച്ച് നോക്കാം ഒരു ദിവസം. അതിനകത്ത് വേണമെങ്കിൽ ശർക്കര ചേർക്കാം നമുക്ക് സ്വാദിന് വേണ്ടിയിട്ട്. അവിടെയൊക്കെ മാങ്ങ നോക്കി കിളി കൊത്തി നിൽക്കണോ. അല്ലാ, ഇതൊക്കെ തക്കാളി പോലത്തെ നെല്ലിക്കാന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇത് നോക്കിയേ തക്കാളി ഇത്രയും ഉണ്ടാവില്ല. കണ്ട ഷെഫിനെ നീ ഡയലോഗൊക്കെ പറഞ്ഞട്ടാ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് കുറച്ചേ സെഞ്ച് ചാക്ക കൊടുന്നൊക്കെ പെറുക്കി കൊണ്ടാ ലാസ്റ്റ് എടുക്കാം. ഇപ്പൊ തൽക്കാലം അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഇത് ഏത് മാങ്ങയാണ്? പഴുത്ത് നിൽക്കണ്ടാ? കിളി കൊത്തിയാ? ഇതാണ്ടോ പഴുത്ത്, മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് കിളി കൊത്തി. അപ്പൊ കിളികൾ കഴിച്ചോട്ടെ, നമ്മൾ അവർക്കും ഭക്ഷണം വേണമല്ലോ. ഇനി പഴുത്ത് ഏതെങ്കിലും കണ്ടാൽ നമുക്ക് പറിക്കാം. എന്തായാലും നിലം മുട്ടിയിട്ടാ. ഒന്നും കൂടെ വന്ന് വെറുതെ പറയല്ല. ഇനി അങ്ങോട്ട് വളരാനില്ല. അതൊക്കെ മാങ്ങ വന്ന് നിലത്ത് മുട്ടി. ഇതാണ് മാംഗോ സിറ്റി എന്ന് വെറുതെ അല്ല പറയണത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ കിട്ടുന്നില്ല.
അപ്പോൾ പാലക്കാട് മാവിൻ തോട്ടങ്ങൾ കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഈ വലിയ തോട്ടം ഒന്നും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഇതേപോലെ 10-30 സെൻറ്റൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇത് വന്ന് വാങ്ങിക്കാം അല്ലേ. നിലത്ത് കൊമ്പ് ചാഞ്ഞ് നിലത്ത് മുട്ടി നിൽക്കണ്. ഇനി അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല എന്നും പറഞ്ഞിട്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും നല്ല പഴുത്തത് കണ്ട പറിക്കണം കേട്ടാ, വിശക്കാനും തുടങ്ങിയില്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്താ കാണിക്കണ്ടേ? ഈ ഒരു മാവ് മാത്രം കാണിച്ചാൽ പോരാ. ഈ മാവാണ് ഇതെനിക്ക് എന്താ പറയുക, കണ്ണ് വെക്കരുത് ആരും കേട്ടോ, കണ്ണെടുക്കാൻ തോന്നണില്ല. എന്തായാലും അടുത്ത വർഷം ഇതേപോലെ ഇതിലേറെ ഉണ്ടാവട്ടെ അല്ലേ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കല്ലേ. ചിലപ്പോൾ നമ്മൾ പിന്നെ ചില ആളുകൾ പറയും കണ്ണ് വെക്കണ്ടാ പറയും, കണ്ണൊന്നും വെക്കില്ല കേട്ടോ, ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. നമുക്കിതിന് പുറത്തോട്ടൊന്ന് പോയി നോക്കിയാലോ. ഇതിപ്പോൾ നമ്മൾ ഈ വീട് സ്ഥലമല്ലേ, ചെപ്പനെങ്ങനെ ചുറ്റുമതിൽ പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കുന്നുണ്ട്, അതുവരെ ഉണ്ട്. വീട് നമ്മൾ ലാസ്റ്റ് ഒന്ന് കയറി കാണാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് സ്ഥലമുണ്ട്. അതായത് നമ്മൾ സ്നേഹ കോളേജിലേക്ക് പോകുന്ന വഴിയാണിത് കേട്ടോ. ഞങ്ങളൊന്ന് അപ്പുറത്തേക്ക് ചാടിക്കോട്ടെ. അതായത് ഇതാ ഇനിയിപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരമൊക്കെ തമിഴ്നാടാകുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ, ആളുകൾ സ്ഥലങ്ങൾ വാങ്ങിക്കുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ വഴി സൗകര്യങ്ങൾ, അവിടെ വഴി പറ്റില്ല ഇവിടെ വഴിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം 2 ഭാഗത്ത് വഴിയുണ്ട്. ഈ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പോയി സ്നേഹ കോളേജിലേക്കുള്ള റോഡാണത്. ടാർട്ട റോഡ് തന്നെയാണ് കേട്ടത്. ആ മാവിൻ തോട്ടം കണ്ട അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് തന്നെയാണ്. ഈ വീടിനപ്പുറത്ത് ഇങ്ങനെ കോളേജിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ വഴി വേണം പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു വഴി, വലിയ ഒരു എന്താ പറയുക, ഇഷ്ടം പോലെ. ഇതാ ഷെഫിന, ഇതൊക്കെ നമുക്ക് നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടാ. ഇതൊന്ന് പറിച്ചു തരട്ടെ. അല്ല വേണ്ട, ഇതിൽ നല്ലത് കണ്ടാലോ അല്ലേ. ഇത് ആപ്പിൾ പോലത്തെ ഒന്നും ആപ്പിൾ പോലത്തെ മാങ്ങ. ഇതിന് ഷേപ്പ് ഉണ്ട്. ആ ആപ്പിൾ പോലെ ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ എത്തുട്ടോ, ഇവിടെയൊക്കെ കയ്യെത്തണ ദൂരത്ത് തന്നെ. ഇവിടെയൊക്കെ വീണും കിടക്കുന്നുണ്ട് കുറെ. പിന്നെ ഇതാ നല്ലൊരു നാരങ്ങ മരം. ഇത് നാരങ്ങ മരമാണ്. നാരങ്ങ ഉണ്ടായിട്ടില്ല, ചെറുനാരങ്ങ മരമാണ്. നാരങ്ങ ഓറഞ്ചോ, അതിൻ്റെ മണം നോക്കിയാ അല്ലേ, ചെറുനാരങ്ങൻ്റെ നല്ല വേണം. അപ്പോൾ ഇതാ ഈ മാവ്, ഇതാ നോക്കി മാവ്, അതൊക്കെ മാങ്ങ എവിടെ നോക്കിയാലും. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കണ ഷെഫിനെറ്റ് ഇനി വരുന്നില്ല പറയും ഇവിടുന്ന്, ഇനി വരുന്നില്ല നിങ്ങൾ വയ്ക്കുമെന്ന് പറയോ, അങ്ങനെ പറയുന്നുട്ടോ. വീട്ടിൽ കൊണ്ടാക്കണ ഉത്തരവാദിത്തം എനിക്കുണ്ട്, കൊണ്ടാക്കും ഞാൻ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നതുപോലെ കാഴ്ചകൾ കാണാം കേട്ടോ. എന്താണ് ഇനി സമയമില്ല തിരക്കാണെന്നൊന്നും പറയരുത്. സ്കൂൾ വെക്കേഷൻ അല്ലേ, ചുമ്മാ കടന്നിറങ്ങല്ലേ. അപ്പോൾ നമുക്ക് അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണിക്കാണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ട സ്ഥലങ്ങൾ ഇനി ഒരുപാട് സമയം പോകണം. അപ്പോൾ ആളുകൾ സമയം ലെങ്തി ആയി പറയും. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് മറ്റൊരു കാര്യങ്ങളിലേക്ക് കടന്നാലല്ലേ. അതായത് ഇങ്ങനെ വഴി കേട്ടോ, നേരെ ഇവിടുന്ന് ഇങ്ങനെ വഴിയാണ്, നേരെ റോഡിൽ. അതാ ടാർ റോഡ്. ഈ വീടിൻ്റെ അപ്പുറത്താ ടാർ റോഡ്. ആ ടാർ റോഡിൽ നിന്ന് ഇത്രയും ദൂരം ഇങ്ങനെ വഴി, ഈ ഒരു ഭാഗത്ത് കൂടി വഴി സൗകര്യമുണ്ട്. അപ്പോൾ ഏകദേശം 30 സെൻറ്റ് സ്ഥലമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടേ നമുക്ക് അതും കൂടി ഒന്ന് അകം കൂടി ഒന്ന് കാണിച്ചാലോ. അതെ കാണിക്കാം. വീടിൻ്റെ അകത്തേക്കൊന്ന് പോവാം അല്ലേ. ഇത് നമ്മളെ വീടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും തെങ്ങും തോപ്പ് മാവിൻ തോപ്പ് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് നോക്കിയാലും വളരെ മനോഹരമായ സ്ഥലമല്ലേ. നമ്മൾ മനോഹരമായ സ്ഥലം എന്ന് പറയുമ്പോഴേ ചില ആളുകൾ പറയും എന്നും മനോഹരമായ സ്ഥലം, എന്നും അടിപൊളി സ്ഥലം എന്ന് ചോദിക്കാറുണ്ട്. ഷെഫിനെ ഞാൻ പറഞ്ഞ എന്താ തെറ്റുണ്ടാ? അടിപൊളിയല്ലേ. ഇത്രയും കണ്ടിട്ട് നമ്മൾ ഭംഗിയുള്ളതിനെ ഭംഗിൻ്റെ തന്നെ പറയണ്ടേ. ഞാൻ ഷെഫിനെ പണ്ട് കണ്ടപ്പോൾ പറഞ്ഞില്ലേ സുന്ദരിയാണ് പറഞ്ഞു അല്ലേ. കുറേ നേരം ചോദിക്കുകയാണ് വെറുതെ പറഞ്ഞാണോ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, സുന്ദരി കുട്ടികളെ സുന്ദരി കുട്ടി തന്നെ പറയും. അപ്പോൾ എന്തായാലും ഇതാ ഇങ്ങനെ വന്ന് നമ്മളെ വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. നല്ല ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട് നമ്മൾ അകത്തേക്ക് കയറാനും. വീടിൻ്റെ നിലവിൽ താമസിക്കില്ല കേട്ടോ, പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറിയതുകൊണ്ട് ഉടമസ്ഥർ ഇതിനകത്ത് താമസിക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ബോക്സും അതിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു ചെറിയൊരു ഹോളാണ്. കയറി കഴിഞ്ഞാൽ അല്ലേ തണുപ്പ് ഫീൽ ചെയ്യണ്ട അല്ലേ. നല്ല തണുപ്പ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പഴയ വർക്കായതുകൊണ്ട് കുറച്ച് പഴക്കമുള്ള വീടാണ്. നമ്മുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ഈ ഒരു ഓട് പതിച്ചോട് മുകളിൽ കാണാം, ഓട് കാണില്ലേ, അതിനകത്ത് വൈറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ മുകളിൽ എന്തുണ്ട് ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് തീരെ ചൂടുണ്ടാവില്ല. പിന്നെ ഇതാ ഒരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമാട്ടോ, വിശാലമായ ബെഡ്റൂമാട്ടോ. ഇതൊക്കെ പറയണം കേട്ടോ, എന്നാലും ഞാനില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ വരണം. ഇതൊക്കെ പറഞ്ഞ് ശീലിക്കണം. വിശാലമായ ബെഡ്റൂം അല്ലേ, അതൊക്കെ താമസിക്കാം. നേരത്തെ താമസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. പഴയൊരു ബാത്റൂമാണ് അവിടെ ഉള്ളത്. ഒന്ന് നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ്, അപ്പുറത്ത് ഇന്ത്യൻ ക്ലോസറ്റ് ഉള്ളത്. 12 അതിൻ്റെ അളവ്. ഒന്നവിടെ നിന്ന് നോക്കിയേ, ഒന്നിങ്ങനെ കൈ നീട്ടി നോക്കിയേ, ഇങ്ങനെ ഇതാ. ഇന്നാലും എത്തില്ല കണ്ടോ, ഇന്നാലും എത്തില്ല എവിടെയാണ്. അപ്പോൾ അത്രയും നീളവും വീതിയുണ്ട്. 12ക്ക് 12 ഇനി ഒരു ബെഡ് സ്പേസ്, ഒരു അലമാരൊക്കെ ഇട്ടാലല്ലേ നല്ല സ്പേസ് ഉണ്ട്. ഇനി ഒരു ഹാളിന് പുറമെ ഇനി ഒരു ഹാൾ കൂടി ഉണ്ട്. അപ്പോൾ അത് ഇതാ ഇവിടെയാണ്. ഈ ഒരു സ്പേസിൽ വന്നിട്ട് നമുക്ക് വലിയൊരു ഹാൾ, ഒരു ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കാം അല്ലേ. ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സത്യത്തിൽ നന്നായിട്ടുണ്ട് ഷോക്കേസ്.
ഇത് ഒരു ഷെഫിനെ നമുക്ക് തൊട്ടടുത്തൊരു കോളേജ് ഉണ്ട്. സാധാരണ ഇതിൽ ഇപ്പോൾ കുട്ടികളൊക്കെ പേയിങ് ഗസ്റ്റ് ആയിട്ട് അല്ലേ, അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതിനൊക്കെ പറ്റുന്ന നല്ല വരുമാനം കിട്ടുന്ന മാർഗ്ഗമാക്കി നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതൊരു വിശാലമായ ഹാളാണ്. ഇവിടുന്ന് ഒരു ബെഡ്റൂം രണ്ടാമത്. ശരിക്കും ഇങ്ങനെ തല എണ്ണീറ്റാണ് ആളുകൾ കൊടുക്കുക അല്ലേ. നമ്മളെ നാട്ടിലൊക്കെ 5, 6, 7 വാങ്ങിക്കും. അപ്പോൾ ഇവിടെയൊക്കെ അല്ലേ നമുക്ക് ഒരു മാന്യമായൊരു പൈസ നമുക്ക് കുട്ടികളിൽ നിന്ന് മേടിക്കാൻ പറ്റും. തൊട്ടടുത്ത കോളേജിനോട് ചേർന്നിട്ട് നമ്മുടെ ബൗണ്ടറി വരുന്നത് കോളേജാണ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഉറക്കം വരുന്നതിനുള്ളിൽ കയറി അത്രയും തണുപ്പാണ്. ചൂടൊന്നും നമുക്ക് പുറത്ത് നമ്മൾ വേർത്ത കയറി വന്നു അല്ലേ. അപ്പം അത്രയും നല്ല തണുപ്പ്. അത് നിങ്ങൾ വീട് കാണാൻ വരുമ്പോൾ അറിയാട്ടോ. പിന്നെ അപ്സ്റ്റെയറിലേക്ക് ഇങ്ങനെ ഒരു പഴയ മോഡലിലെ മുസൈക്കാണല്ലേ പണ്ടത്തെ. അപ്പോൾ അപ്സ്റ്റെയറിലേക്ക് ഇങ്ങനെ പോകാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിന് പുറമെ നമുക്കിവിടെ ഒരു കിച്ചൺ, ഇത് നമുക്കൊരു ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു കിച്ചണാണ്. ഔട്ടർ ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസ് ചെറുതോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ നല്ല ഒരു സ്റ്റോർ റൂം ഉണ്ടാവും അല്ലേ. ഇത് നോക്കിയാൽ ഇവിടെ ലൈറ്റ് ഇല്ലേ, അത്യാവശ്യം വലിയൊരു സ്റ്റോർ റൂം അല്ലേ. കാരണം കർഷകരൊക്കെ ഇവിടെ കൂടുതലുള്ളതൊക്കെ ഉണ്ട് ഈ ഭാഗത്തിലെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വെക്കാനാണ്. ചക്കയായിട്ടും മാങ്ങയായിട്ടും നെല്ലായിട്ടൊക്കെ. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി ചെറിയൊരു സ്റ്റോറ് അപ്പുറത്തും ഉണ്ട്. മുകളിലേക്ക് നമുക്ക് എന്തുണ്ട്, ഇതുണ്ട് അല്ലേ, സ്പേസ് ഉണ്ട്. തല മുട്ടില്ലല്ലോ. ഇനി വളരണ്ട കേട്ടോ, അപ്പം തന്നെ വളർച്ചുണ്ട്. ഇനി വളരണ്ട. ഓക്കെ. ഇനി ഇതാ ഇവിടെ ഒരു ചെറിയൊരു കോണിക്കൂടിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇനി ഇതാ അടുക്കള മീൻസ് നമ്മൾ വിറകടുപ്പ്. അതിതാ ഇവിടെ ഇങ്ങനെ, എവിടെ ക്യാമറ എവിടെ, എത്തി. ഇത് അടുക്കള. ഇവിടെ സാധാരണ അടുപ്പ്. പിന്നെ വർക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പിന്നെ പഴയ കാലത്ത് അമ്മി, ചമ്മന്തി അരക്ക് അറിയോ, നല്ല നാളികേരം കൊണ്ട് മാങ്ങിയുണ്ട്. ഒരു ചമ്മന്തി അരച്ചാലോ, ചമ്മന്തി അരച്ച് ചോറ് അതിലിട്ട് കഴിക്കണം. പിന്നെ ഇതാണോ നല്ലൊരു പഴയ അമ്മിക്കല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുകയാണെങ്കിൽ ഇവിടെ വെക്കുകയും ചെയ്യാം. അതിനുള്ള സൗകര്യമുണ്ട്. ഇനി നേരെ ഇതിൻ്റെ പുറത്ത് നമ്മളെ കാഴ്ചകൾ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ സ്നേഹ കോളേജിൻ്റെ വഴിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ് നിർത്തിയില്ലേ, അത് തന്നെയാണ് നമ്മുടെ മാവ്. ഇവിടെ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ അടുക്കള മാവ് അല്ലേ. അടുക്കളയിൽ നിന്ന് നോക്കിയാൽ ചമ്മന്തി ഇറങ്ങി ഇവിടെ തന്നെ പറിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഈ സ്റ്റെയർ കണ്ടിട്ടൊന്ന് കയറാതെ പോയതാലൊരു ഒരു രസം ഉണ്ടാവില്ല അല്ലേ, ഒരു സമാധാനക്കേട് ഉണ്ടാവും. മുകളിൽ വന്നിട്ടും കൂടി വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് വരുന്നില്ലല്ലോ. അതാണ് നമ്മുടെ മുതലവിടെ പഞ്ചായത്തിലെ മാംഗോ സിറ്റിയിലെ ഒരു പ്രത്യേകത അല്ലേ. സത്യത്തിൽ മാവൊക്കെ നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ നല്ലപോലെ കായ്ക്കും. ഇതാ കൊല്ലംകോട് എന്ന് പറയുമ്പോഴേ അല്ലേ, പൈതൃക ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മളെ ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വരുന്ന സ്ഥലം. ആ മല കാണാൻ വരുന്നത് നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ ഇരുന്നാൽ കാണാം. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നല്ല, എനിക്ക് കേരളത്തിൽ തന്നെ പല ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഈ മല, അതിൻ്റെ താഴത്തുള്ള പാടശേഖരങ്ങൾ കാണാൻ. നമ്മുടെ വീട് ഇപ്പോൾ കോടയും മഞ്ഞും മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നുണ്ടോ, സൂം ചെയ്യണോ, ഉണ്ടല്ലോ അല്ലേ. അറിയുണ്ടാവില്ല ഈ വെയിലത്ത് കൂര നല്ല കുത്തണ വെയില, 1 മണിയായ സമയം. അപ്പോൾ ആ കൊല്ലംകോടിൻ്റെ മുഴുവൻ എന്താ പറയുക ഭംഗിയും നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് കോളേജ് ഇട്ടാ, നമ്മളെ സ്നേഹ കോളേജ് പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് നമ്മൾ അതിൽ തന്നെയാണ് നമ്മൾ കൊടുത്ത സ്ഥലത്ത് തന്നെയാണ്, നമ്മൾ ഓണർ കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് കോളേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ കൊടുത്താണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഓണർ നേരിട്ട് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണ്. ഷെഫിനെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ പ്രത്യേകം എന്നറിയോ, ഉടമസ്ഥര് നേരിട്ടാണ് നമ്മളെ ഏൽപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉടമസ്ഥൻ്റെ നമ്പർ പറയാനോ ഈ ഒരു ലൊക്കേഷൻ പറയാനോ ഒന്നും നമുക്കൊരു മടി ഉണ്ടാവില്ല. നമ്മളൊരു പോളിസി ആയിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുന്ന ആളും വിൽക്കുന്ന ആളും നേരിട്ട് കാണണം അല്ലേ, അപ്പോഴല്ലേ ഒരു കച്ചവടം നടക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മാവ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, തെങ്ങ് എല്ലാം കാണാൻ പറ്റണം നമുക്ക്. അപ്പോൾ ഇത് പറഞ്ഞ് പഠിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടോ. അതായത് ഉടമസ്ഥൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിളിച്ചാൽ മതി. നമ്മൾ വന്ന് കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി, ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കാം, നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അത്ര നല്ല സ്ഥലം, പോകാൻ തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കിട്ടെന്ന്. അപ്പോൾ നമ്മുടെ കോളേജിനോട് ചേർന്നുകൊണ്ടാണിത്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് തമിഴ്നാട്ടിലേക്ക് 3 കിലോമീറ്റർ പറഞ്ഞു. അതായത് നമ്മൾ ഗോവിന്ദാപുരം ബസ് സ്റ്റാൻഡ് അടുത്താണ് അവിടെ. അതേപോലെ തന്നെ കൊല്ലംകോട് ടൗണിലേക്ക് 10 കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ. പിന്നെ ഈ കോളേജിൽ താമസിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഇനി പരിസരത്തൊക്കെ റെൻറ്റിന് റൂം എടുത്തും വാടകയ്ക്കൊക്കെ എടുത്ത് ഹോം സ്റ്റേ ആയിട്ടും അങ്ങനെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു കാശ് മുടക്കി കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, മാസ വരുമാനമാണ്. കുട്ടികൾക്ക് ഭക്ഷണം വിത്ത് താമസം, ബെഡ് അല്ലേ, ആൾക്ക് ബെഡ് ഒന്നിന് നമുക്ക് കാശ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു സ്ഥലമാണ്. മോർ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ് ചിലവർ ചോദിക്കും, ഇത്രയും കൃഷിയും ഇത്രയും പച്ചപ്പിൽ നിൽക്കുകയാണ്, അപ്പോൾ ഇത് പറമ്പാണോ അത് നിലമാണോ ചോദിക്കും. അത് പറഞ്ഞാൽ മനസ്സിലായി. എന്താ അറിയോ, നമുക്ക് നിലം പറയുമ്പോൾ പാടം, കൃഷി സ്ഥലം, നമ്മൾ പണ്ട് കൃഷിക്കൊക്കെ സ്ഥലം, നമ്മുടെ സ്ഥലം
അത് നിലമാണ്. ഇത് നമുക്ക് എന്താണ് പറമ്പാണ്. പറമ്പ്. അപ്പോൾ ഒരിക്കലും ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. നമുക്ക് ഇനിയിപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് നമുക്കൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് അങ്ങനെയൊക്കെ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ഗോഡൗൺ തുടങ്ങണം, അതിനൊക്കെ വലിയ സ്ഥലം, വിശാലമായ സ്ഥലം. ഇതിനോട് ചേർന്ന് 30 സെൻറ്റ് അല്ല അതിൽ കൂടുതൽ പഠിക്കുന്നവരൊക്കെ അങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് അപ്പുറത്തൊരു വീഡിയോ നമുക്ക് വേറെ കാണിക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി മോർ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ, എന്ത് വില. നമുക്ക് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം. അപ്പോൾ ഈ വീട്, ഈ സ്ഥലം 30 സെൻറ്റ്, കോമ്പൗണ്ട് വാള്, ഈ മാവും ഇതൊക്കെ. ഇനിയിപ്പോൾ മാങ്ങ ചിലപ്പോൾ സീസൺ കഴിയുമ്പോൾ പറിച്ചുകൊണ്ട് പോട്ടെ, ഇനി മാങ്ങ എന്താ തന്നില്ല എന്ന് പറയരുത് അല്ലേ. മാങ്ങ ഇപ്പോൾ വാങ്ങിച്ചാൽ മാങ്ങ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കൊടുത്തു പോകും. പിന്നെ അതുപോലെ തന്നെയാണ് ഓരോ കൃഷികൾ നമ്മൾ കാണിക്കുമ്പോൾ. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് നീട്ടിപ്പരത്തിന്ന് പറയണ്ടല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ പറയണം, വേണ്ടേ? അതൊന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. അപ്പൊ എല്ലാവരും വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും, കാരണം ഈ സ്ഥലമൊക്കെ കണ്ടുവച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു മതി. പൊളി. അപ്പൊ ഇനി ഞാൻ ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് പോയി പറഞ്ഞോട്ടോ, ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം. റെഡി അല്ലേ? സ്കൂൾ അടയ്ക്കണ വരെ, തുറക്കണ വരെ നമ്മള് ഇനി വിടൂലട്ടാ. അപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ, കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബൈ.